കണ്ണൂരാ? എവിടെ? ഞാൻ പാപ്പനിശ്ശേരി. കാട്ടാമ്പള്ളിയാ? हाँ वेंजर से सही पहाड़ पे चढ़ने के लिए बेस्ट है. ലഡാക്കിലേക്ക് റൈഡ് വെച്ചേക്കണ കുറച്ച് ടീംസാണ് ഇത്. 6 പേരുണ്ട്. ഏവർക്കും മറ്റൊരു പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉദയ്പൂരിൽ നിന്നും 100 കിലോമീറ്റർ ബാക്കോട്ടായിട്ടാണ് താമസിച്ചത്. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലക്ഷ്യം ഉദയ്പൂർ, അജ്മീർ, ജയ്പൂർ, മൊത്തം 610 കിലോമീറ്റർ. മീറ്റർക്ക് 69.87. രാവിലെ ഒരു 6:45 സമയം. രാജസ്ഥാൻ ബോർഡർ കഴിഞ്ഞ് ഒരു 15 കിലോമീറ്റർ മുന്നോട്ട് വന്ന് പെട്രോൾ പമ്പിന് സൈഡിൽ ചെറിയ തട്ടുകട, ചെറിയ ചായക്കട. അവിടെ രാജസ്ഥാനിലെ ആദ്യത്തെ ചായ. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? മസാല ടീ, സാലഡ്, അടിപൊളി. കേരളം വിട്ടിട്ട് ആദ്യമായിട്ടാണ് 10 ഉറുപ്പ്യക്ക് ഒരു ചായ കിട്ടുന്നത്. അത് നല്ല അടിപൊളി ചായ. ബാക്കിയൊക്കെ 20-25 ഉറുപ്പ്യാണ്. പക്ഷെ മിക്കത്തും ചായ വായിൽ വെക്കാൻ പോലും കൊള്ളു. ഇന്ന് രാത്രിയിലെ കുടിച്ച ചായ വളരെ പോക്കായിരുന്നു. അതിന് 20 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. നമ്മുടെ ജയ്പൂർ ഹൈവേയിലാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. രാജസ്ഥാനിൽ കയറിയ ശേഷം കംപ്ലീറ്റ് വ്യൂ സൂപ്പറാണ്. ഇവിടെ എത്തിയപ്പോൾ ഒന്നും കൂടെ വ്യൂസായി. പക്ഷേ ഒരുപാട് ട്രക്ക് ഉണ്ട്. അതേസമയം റോഡൊക്കെ വളരെ നല്ല റോഡുകളാണ്. പക്ഷെ ഇടയ്ക്ക് ഇവിടെയൊക്കെ വർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാക്കൊന്നും മാറ്റേണ്ടി വരും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സ്പീഡ് ഹമ്പ് ഒരുപാടുണ്ട്. അപ്പോൾ സ്ലോ ചെയ്യേണ്ടി വരും ഇടയ്ക്കെല്ലാം. പിന്നെ ഇപ്പം ഒന്ന് ബ്രേക്ക് എടുത്തതാണ്. ക്യാമറയൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ നിൽക്കും. ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്തു. ഫോട്ടോസ് എടുക്കുന്നത് ഉദയ്പൂരിലേക്കാണ് നമ്മളുള്ളത്. ഉദയ്പൂര് കഴിഞ്ഞ് ജംഗ്ഷന് കുറച്ച് മുന്നോട്ടേക്ക് ജയ്പൂർ റോഡിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ ധാബുണ്ട്. അപ്പോൾ അവിടെ കയറിയതാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ സമയം ഏകദേശം 9:30-10 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആലു പൊറോട്ട വീണ്ടും ആലു പൊറോട്ട ട്രൈ ചെയ്ത്. ഇപ്രാവശ്യത്തെ ആലു പൊറോട്ട എന്ന് പറഞ്ഞാൽ അന്ന് കഴിച്ചത് ഭയങ്കര ഡ്രൈ ആയിരുന്നു. അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്, തൈരുണ്ട്, അച്ചാറുണ്ട്, ഒരു സാധാരണ നോർമൽ നാടൻ കറി, അതിൽ ബുള്ള ആലു പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാർ കൂട്ടി നിന്ന പിന്നെ എന്തോ ഭയങ്കര ഇവിടെ ചായ പറഞ്ഞിട്ടുണ്ട്. 15 ഉറുപ്പ്യയുടെ ചായക്ക് സാധാരണ 25 ഉറുപ്പ്യുണ്ട്. ഇപ്പം ചായ കൂടി നിർത്തി എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് 15 ഉറുപ്പ്യാണ് ചായ കഴിക്കുന്നത്. ഇത് ഷേർഘട്ടൻ ചായ കണ്ട് മസാല ടീ ആണ്. സൂപ്പർ.
മാർബിൾ കഷ്ണങ്ങളാണിത്. ഇത് പാറ പൊട്ടിച്ച് നമ്മളെ നാട്ടിലെ കരിങ്കല്ലൊക്കെ പൊട്ടിക്കുന്ന അതേ രീതി തന്നെ. അത് കുറച്ച് കറുത്തിട്ടാണെങ്കിൽ ഇത് കുറച്ച് മിനുസുണ്ട്, കാണാൻ ഭംഗിയുണ്ട്, അത്ര തന്നെ. ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ട്രക്കുകളിലാക്കിയിട്ട് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകും. നമ്മളിപ്പോൾ വന്ന വഴിക്ക് കുറേ ഉണ്ടായിരുന്നു മാർബിളിൻ്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ. അവിടെ ഇത് സാധാരണ മാർബിളും കിട്ടും, നമ്മളെ നിലത്തൊക്കെ വിൽക്കുന്ന മാർബിളുണ്ട്. അതേപോലെ തന്നെ മാർബിളിനൊക്കെ ഉണ്ടാക്കി കുറേ മോഡൽസും ഡിസൈൻസും ഒക്കെ അവിടെ കിട്ടും. ഗ്രാനൈറ്റാണ്, ഗ്രാനൈറ്റിൻ്റെ വലിയ കഷ്ണം. ഉദയ്പൂർ കഴിഞ്ഞു ഒരു 25-30 കിലോമീറ്ററോളം മുന്നോട്ട് വന്നു. ഇവിടെ റോഡിൻ്റെ ഇരുവശത്തും രണ്ട് സൈഡിലും മാർബിൾസിൻ്റെ ഒരു മാർക്കറ്റാണ് കംപ്ലീറ്റിൽ. മാർബിൾസ് കൊണ്ടൊക്കെ പലതരം ഡിസൈനുകളും അതായത് ഓർണമെൻ്റലായ സംഭവം, ഈ എന്താ പറയുക, ഈ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാർബിളിൻ്റെ മൈനിങ്ങിലേക്ക് നമുക്ക് പോകാൻ പറ്റും, കാണാൻ പറ്റും. പക്ഷേ നമുക്ക് അവിടെ പോകേണ്ട സമയമില്ല. लास्ट ഉണ്ട് കട്ടെത്തി. पेट्रोल कितना है? 76.80. ओके. गुजरात में बस 69.49 है. हाँ कम थी. पांचालिया ना ഉദയ്പൂരിനെ സിറ്റി ഓഫ് ലേക്സ് എന്ന് വിളിക്കാം. അതിന് കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ എവിടെ നോക്കിയാലും ഉദയ്പൂരിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലായിടത്തും ലേക്സ്, കുളങ്ങൾ കാണാൻ പറ്റും. എയർ ഹോളാണിത്. ഇതൊക്കെ പ്രാണികളൊക്കെ വന്ന് അടിക്കുന്നതാണ്. ഒരുപാട് പ്രാണികളൊക്കെ അടിക്കും. ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുകയാണ് ചോളക്കൃഷി. പിന്നെ വേറെ എന്തൊക്കെയോ പച്ചക്കറികളൊക്കെ ഉണ്ട്. എന്നാലും പ്രധാനമായിട്ട് ചോളക്കൃഷികളാണ് കാണുന്നത്. പിന്നെ ഈ മാവ് പോലത്തെ എന്തൊക്കെയോ ഒരു മരം എല്ലായിടത്തും കാണാം. ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറാറുണ്ട്. രാജസ്ഥാനി സ്ത്രീകൾ टूर होने को लद्दाख से आ रहे हैं, जा रहे आप लोग? हाँ. कहाँ से आए? केरला से. कहाँ से? केरला. कब चले? हाँ कब निकले आप लोग? हाँ मैं एक हफ्ते हो गया. आज एक हफ्ता हो गया. इससे निकले आप लोग? हाँ एवेंजर से. सही पहाड़ पे चढ़ने के लिए.
बेस्ट है। बेस्ट है 2 साल पहले गया वो बाइक 2 साल पहले जा चुका। हाँ 1 महीना 1 महीना। आप कहाँ के यूपी बनारस। यूपी बनारस ഗുജറാത്തിലെ ആ ചേന കഴിച്ചില്ലേ ആ ടേസ്റ്റ് അല്ല ചേന ഭയങ്കര ഇതൊരു പുളി പുളി ചെനക്ക പുളിയാ അപ്പോൾ ചെന മസാല പോരാ ചെന മസാല പോരല്ലേ അതിന് വരെ ഞങ്ങൾ ദാൽ വാങ്ങി ദാല് കുഴപ്പമില്ല നല്ല അടിപൊളി. പത്ത് 60 കിലോമീറ്റർ കഴിഞ്ഞ് ഓടിച്ച് കഴിഞ്ഞിട്ട് ഒരു പട്ടണം ചെറിയൊരു പട്ടണം. ഇവിടെയൊക്കെ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ മിക്കവാർ ബാക്കിൽ പല ഏരിയയിലും വണ്ടി നിർത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇത് കല്യാണമായിട്ടുള്ളത്, കല്യാണ വണ്ടിയായിരുന്നു. ബാക്കിലും ഉണ്ടായിരുന്നു കുറച്ച് വണ്ടികൾ ഇതേപോലെ ഫുൾ കളർഫുള്ളാണ്. ഈ മഴവിലൊക്കെ പോലെയാണ്. पूरा सीधा ഇപ്പോൾ ഹാഫ് ടാങ്കിന് താഴെയായപ്പോൾ വീണ്ടും അടിച്ചു. അതടിച്ചത് ഇന്ത്യൻ ഓയിലിനായിരുന്നു. അത് ഏതാണ്ട് 77 പിന്നെ അതിനുശേഷം ഇപ്പോൾ SR കയറി വീണ്ടും അടിച്ചത് ഫുൾ ടാങ്ക് അടിച്ച്. ഇന്ത്യൻ ഓയിൽ ഇല്ല, വെറും 100 രൂപയ്ക്ക് മാത്രമേ അടിച്ചുള്ളൂ. അങ്ങനെ SR കയറി അടിച്ച് ഫുൾ ടാങ്ക് അടിച്ച് ഇവിടെ 76.90 SR പമ്പ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഡീസലിന് 70 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ റിലയൻസ് ആണ് കൂട്ടത്തിൽ ഏറ്റവും എക്സ്പെൻസീവ്. ഇന്ത്യൻ ഓയിലിനെക്കാട്ടി കൂടുതൽ റിലയൻസ് പമ്പ്. നമ്മുടെ മറ്റു റൈഡർമാർ കയറി ഫുൾ ടാങ്ക് അടിച്ചത് റിലയൻസ് പമ്പിൽ. കണ്ണൂരാ? എവിടെ? ഞാൻ പാപ്പനിശ്ശേരി. കാട്ടാമ്പള്ളിയാ? നിങ്ങളോ? എൻ്റെ പേര് അസ്നാഫ്. ബിലാൽ. ഞാൻ റാഷിദ്. ജയ്പൂർ. നിങ്ങളോ? ആ നമ്മളങ്ങോട്ടേക്ക് തന്നെയാ. ഇന്നിപ്പോൾ ജയ്പൂർക്ക്. ഞാൻ 9-ാം തീയതി ഇറങ്ങി. 7 ദിവസം. അങ്ങനെ രാജസ്ഥാൻ ഹൈവേന്ന് കണ്ണൂരുകാരെ 2 കണ്ണൂരുകാരെ പരിചയപ്പെട്ടു. ആ പോകുന്നതാണ് അവരെ ബൈക്ക്. ഇൻഫീൽഡാണ്. അത് ലഡാക്ക് വരും. നമ്മളെ തടി നമ്മൾ തന്നെ നോക്കണം. ഈ റോഡിൽ വണ്ടി വളരെ കുറവാണ്. വളരെ കുറവാണ്. നല്ല റോഡുമാണ്. വലിയ കുന്തോ പുഴ അങ്ങനെ അതൊന്നും വലുതായിട്ടില്ല. ആകെയുള്ളത് അവിടെ കയറ്റി ഹമ്പുകൾ അത്ര തന്നെ. പിന്നെ കന്നുകാലികൾ അതുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ വളരെ കുറച്ച് കുറവാണ്. ഈ ടൗൺ ഭാഗത്തൊക്കെ വരുമ്പോൾ ഒരുപാട് കന്നുകാലികൾ റോഡിലൂടെ ഉണ്ട്. പക്ഷേ പട്ടികളുടെ ശല്യം ഇങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പിന്നെ ആടുകളുണ്ട്. ആടുകളെ മേയ്ക്കാൻ ഒരാളുണ്ട്. അത് വല്ലപ്പോഴേക്കും ഉണ്ടാവുള്ളൂ. പിന്നെ വണ്ടികൾ അതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് കാറുകൾ വളരെ സ്പീഡിലാണ് അവർ ഓവർടേക്ക് ചെയ്യുക. അവർ ഓവർടേക്ക് ബൈക്കാണെങ്കിൽ അവർ ഒരു റെസ്പെക്റ്റും തരില്ല. നമ്മളെ തടി നമ്മളതിന് നോക്കാം.
റൂം കുഴപ്പമില്ലല്ലേ, നല്ല റൂമാണ്. അപ്പോൾ ഫ്രഷപ്പ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയാണ്. നമ്മൾ കഴിച്ച തന്തൂർ റൊട്ടി കാട്ടി ഒരു വെറൈറ്റി വെറൈറ്റി തന്തൂർ റൊട്ടിയാണ്. ഇതുകൊണ്ട് നമുക്ക് വീശ ഡിസ്കസ് കളിക്കാം. അത്രയും കട്ടിയാണ്. റൊട്ടിയാണോ അറിയാൻ പറ്റില്ല. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഡിസ്കവറി ഡിസ്കസ് പ്രോ എങ്ങനെ അറിയണം, അതേ അത്ര കട്ടിയുണ്ട് ഇത്. ഇപ്പോൾ ഒരു ദേശം ഞങ്ങളെപ്പോഴും ഇങ്ങനെയാണ് വാങ്ങാം. ഒരൊറ്റ കറി വാങ്ങും, അതാണ് ലാഭം. 3 ആള് 4 ആൾക്ക് ഒരു കറി മതി, സുഖമായിട്ട് കഴിക്കാം. ഇപ്പം ഞങ്ങൾ കഴിച്ചു തുടങ്ങാണ്. നാളെ റെസ്റ്റാണ്. അപ്പം ആറ്റാവുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഇറങ്ങിയാണ്. യാത്രയുടെ 6ാം ദിവസം. തീരത്തിന് വരെ കൽക്കണ്ട കേട്ടോ. യാത്രയുടെ 6ാം ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഭക്ഷണം കഴിച്ചത് ബാങ്കാണ്. കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെയാണ്, അടിപൊളിയായിരുന്നു. റേറ്റൊക്കെ വളരെ കുറവാണ്. രാജസ്ഥാനിൽ ഗുജറാത്തിനൊക്കെ മഹാരാഷ്ട്രയെക്കാട്ടി വളരെ ചീപ്പ് റേറ്റാണ് ഫുഡൊക്കെ. വിചാരിച്ചതിൽ വളരെ കുറവാണ്. അത് റൂംസ് കുറവാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഇവിടെ നമ്മളെ പോലെ തന്നെ ലഡാക്കിലേക്ക് റൈഡ് വെച്ചേക്കുന്ന കുറച്ച് ടീംസാണ്. ഇത് 6 പേരുണ്ട്. ഞാൻ ചാലക്കുടി പേരാക്കി ചാലക്കുടിയിൽ തന്നെ വരുന്നത്. ഇതൊരു ഫിനോസിന്ന് ചാലക്കുടി. ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് ബാക്കി 2 പേരും കൂടി ഉണ്ട്. അവര് ഒരുത്തൻ ആമി പെരുമ്പാവൂര്, ഒന്ന് സിയാദ് പെരുമ്പാവൂര്. 5 പേരല്ലേ? 5 പേര്. 3 വണ്ടി. ഏതാ വണ്ടിയൊക്കെ? RC പിന്നെ ഒരു NS. അത് KTM RC സോളയാണ്. ഞാനോട് ഇവനാണ് അവരുണ്ട്. ആമി എടുക്കാൻ പറ്റിയത് പകല് ഒരിക്കലും സ്റ്റേ ചെയ്യാൻ. കാരണം തീരെ വയ്യാത്ത ഉദ്ദേശം രാത്രി നമ്മൾ രാത്രി യാത്രകൾ കൂടുതലായിട്ട് പെട്ടെന്ന് തലവേദന ആണ്, തീരെ അനങ്ങാൻ പറ്റുന്ന ഉദ്ദേശം വന്നു. അപ്പോൾ കയ്യിൽ തന്നെ ആൾറെഡി ഉണ്ട്. നമ്മൾ പട്ടേലിൽ പ്രതിമ കാണാൻ പോയിടത്താണ് പോയപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. ഇപ്പോൾ നേരെ അവിടെ ടെൻ്റടിച്ച് കൂടി വൈകുന്നേരം വരെ അവിടെ റെസ്റ്റ് എടുത്തു. വൈകുന്നേരം അവിടെ നൈറ്റ് റൈഡ് ചെയ്തു. നേരെ ഞങ്ങൾ മറ്റേ മോദിയുടെ നാട് ഗ്രാമം, അതിൻ്റെ പേര് നല്ലതാണ്. നമ്മളവിടെയാണ് താമസിച്ചത്. മോഡിപ്പുര. ഇത് അങ്ങനെയല്ല, ഇത് മോദി ചെറുപ്പത്തില് ചായക്കട നടത്തിയിരുന്നു തോന്നുന്നല്ലോ. അവിടെ നിന്ന് അങ്ങേരുടെ പേര് തന്നെ ചായക്കട എന്തോ അങ്ങനെ പോയി കണ്ടിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്നേഹമാണ്. കാരണം എനിക്ക് രാത്രി റൂം കിട്ടാണ്ടായപ്പോൾ അവിടുത്തെ ആൾക്കാർ 2 ആൾക്കാർ വണ്ടിയിൽ ഫോളോ ചെയ്തുകൊണ്ട് ആദ്യം ഭയങ്കര പേടിക്കും. ഗുജറാത്ത് എന്ന് പറഞ്ഞ ഏരിയ, 2 പിള്ളേർ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ടെൻഷനാണ് പറയാം. അവരെ ഫോളോ ചെയ്ത് പോയി, അവർക്ക് റൂം എടുത്തു തന്നു, ചായ വാങ്ങി തന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈവേ കൂടെ ക്രോസ് ചെയ്ത് വരികയാണ്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണ്ടത് തോന്നിയതാണ് ഇന്നലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 300 കിലോമീറ്റേഴ്സ് നിർത്താതെ വരണമെന്ന് തോന്നിയത്. അങ്ങനെ ഉദയ്പൂരിൽ നിന്ന് ജയ്പൂർ വരെ 300 കിലോമീറ്റർ ഞങ്ങൾ എവിടെയും ബ്രേക്കിലാണ്. 2.5 മണിക്കൂർ 2.5 മണിക്കൂറുണ്ട്. അത് വെച്ചാൽ റോഡ് ക്ലിയർ ആയിരുന്നു. നിങ്ങളെ കൂടെ ലിബിൻ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു. അത് നമ്മൾ നാട്ടിൽ നിന്ന് പരിചയമുള്ള ആളുകളുണ്ട്. 5-6 മൂപ്പരെ ഇറങ്ങാൻ നമുക്ക് മൂപ്പരെ കൂടെ ഇറങ്ങി പോകുന്നത് അങ്ങനെയാണ്. അല്ല, മൂപ്പര് 160 അപ്പാച്ചി. ആളിപ്പോൾ ഈ ആളുടെ ലീവ് കുറവാണ്. അപ്പോൾ അത് തിരിച്ച് വേഗം പോകണമെന്ന് സിറ്റുവേഷനാവുണ്ട്. ആൾ പ്രസിഡന്റിനെ കവർ ചെയ്ത് പോയി പാളയായിരുന്നു. കുറേ അമൃതരായില്ല.
ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഒരു റെസ്റ്റ് ഡേ ആണ്. നമ്മളെ ബൈക്കെല്ലാം റെസ്റ്റ് ആയിരിക്കും. എൻ്റെ ബൈക്ക് പണിക്കായിട്ടാണ്, ഞായറാഴ്ചയാണ്. അതാണെന്ന് അറിയില്ല, ഹാഫ് ഡേ വർക്കിംഗ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വെച്ച് കാണാം. ശരി, ബൈ, നൈറ്റ്.